ഹായ് ഫ്രണ്ട്സ്, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളത്തെ വിശേഷങ്ങളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ഒരു ദിവസം ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. ശ്യാമളച്ചിറ്റയുടെ വീട്ടിലേക്ക്. ചിറ്റ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ എറണാകുളത്തെ വിഷയമെല്ലാം കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചിറ്റപ്പനും ചിറ്റയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എറണാകുളം കറങ്ങാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ നിന്ന് ആലുവയിലേക്കാണ് നമ്മൾ ബസ് കയറുന്നത്. ആലുവയിലേക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ എറണാകുളം മുഴുവനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഭാഗം കാണാൻ പറ്റില്ലേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. നമുക്ക് ആലുവയിലേക്കുള്ള വണ്ടി കിട്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ വന്നു. അപ്പം നല്ല അടിച്ചുപൊളി ആണ് എന്ന് വിശ്വസിച്ച് തന്നെ കയറുന്നു. കാരണം നമ്മൾ ഫുൾ ബസ്സിലാണ് നമ്മൾ ഫുൾ പോകുന്നത്. വേറെ വണ്ടിയൊന്നും വിളിച്ച് പോകണില്ല. നമ്മൾ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് ആലുവയിൽ പോവാണ്. മെട്രോയിൽ കയറണം അല്ലേ? അപ്പു ട്രെയിനിൽ കയറാൻ പോലെ. ട്രെയിനിൽ കയറാൻ പോലെ അല്ലേ? അതെ, ഞങ്ങൾ മൂന്നുപേരും ഇവിടെയുണ്ട്. തുമ്പിച്ചനൊക്കെ ഫ്രണ്ടിലുണ്ട്. ചിറ്റപ്പനും ചേട്ടായിൻ്റെ അവിടെയുണ്ട്. കണ്ട മെട്രോയിൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. ലേറ്റ് ചിറ്റ പോയിട്ടുണ്ടോ? ഇല്ല, ചിറ്റ പോയിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോയിൽ പോകുന്നത്. നമ്മൾ ആലുവയിൽ പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെട്രോയിലൊക്കെ ഒന്ന് കയറി അങ്ങനെ നമ്മുടെ വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ ആലുവയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് മെട്രോയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പെരുമ്പാവൂരെ ആ ഒരു വിഷ്വൽസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സിറ്റിയാണ് പെരുമ്പാവൂർ. ചിറ്റ പറഞ്ഞ് കേട്ടിട്ടുള്ളെങ്കിലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ എറണാകുളത്തേക്ക് ഞാൻ വന്നിട്ടില്ല. കുട്ടേട്ടൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ആലുവയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മെട്രോയിലേക്ക് പോകുന്നത്. ആലുവയിൽ തന്നെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷനുള്ളത്. സ്റ്റാൻഡിൽ വന്നതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് മെട്രോ ലൈൻ കാണാം. റെയിൽവേ സ്റ്റേഷൻ അവിടെ അടുത്ത് തന്നെയാണ്. മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. വണ്ടിയിൽ കയറി കുറച്ച് മാറിയപ്പോൾ തന്നെ നമ്മുടെ അപ്പു ഉറങ്ങി. അതുകൊണ്ട് അപ്പുവിന് വണ്ടിയിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റും. മെട്രോയുടെ പാലങ്ങൾ അല്ലേ? അപ്പോൾ മെട്രോയുടെ പാലങ്ങൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലേ? മെട്രോ സ്റ്റേഷൻ അല്ലേ? അപ്പൊക്കെ മെട്രോ സ്റ്റേഷനൊക്കെ കണ്ടു. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇത് കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഏകദേശം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോയിൽ കയറാൻ വേണ്ടി അല്ലേ? ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഞങ്ങൾ നേരെ കയറുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പം ഒരു എയർപോർട്ടിൽ ചെല്ലുന്ന ഒരു ഫീലാണ് ശരിക്കും നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നിയ ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഒരു വലിയ ക്യൂ കൊണ്ട് അതിൽ നമുക്ക് പോകാനുള്ള ഇതാണ്. അപ്പം ഞാനും ചിറ്റയും കൂടെ പോയി ലൈനിൽ നിന്നിട്ടാണ് കയറുന്നത്. ഇത് എൻട്രി ചെയ്യുന്നതാണ്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. പച്ച സിഗ്നൽ കാണിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ അകത്ത് കിടക്കും. ചുമല സിഗ്നലിൽ കാണിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ പുറത്തേക്ക് വരും എന്നതാണ് ഇതിൻ്റെ അടയാളം. ബാഗൊക്കെ ചെക്ക് ചെയ്ത് വന്നു. അപ്പോൾ അപ്പൂട്ടനൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറി പോകാനുള്ള ചെക്കിങ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിജയകരമായി തന്നെ ഇപ്പുറത്തേക്ക് കടന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 8 പേര്, അപ്പനെ കൂടെ കൂട്ടി 8 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 8 പേരും ഇപ്പുറത്ത് വന്നു. ഇനി നമ്മൾ പോകുന്നത് ട്രെയിൻ വരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ വളരെ ഭംഗിയാണ്. നമ്മൾ സാധാരണ സ്റ്റേഷനിലെ പോലെ ഒന്നും അല്ലല്ലോ. എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മഞ്ഞ ലൈൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറം ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം മറ്റൊന്നുമല്ല, അവിടേക്ക് വീണ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. മെട്രോ ട്രെയിൻ എത്തി. നമ്മൾ ഓരോരുത്തരും കയറുകയാണ്. അതിൻ്റെ വിൻഡോ തുറന്ന് നമ്മൾ അകത്ത് കിടക്കുമ്പോൾ വളരെ കൂളിംഗാണ്. AC കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് മെട്രോയിൽ. വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. ഈ ക്രിസ്മസ് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ സാഫല്യമായ ഒരു ദിവസമാണ് ഈ ക്രിസ്മസ് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മെട്രോയുടെ അകത്ത് കയറി ഇങ്ങനെ വണ്ടിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണ്.
ഒക്കെ മെട്രോ കയറുന്ന സന്തോഷത്തിലാണ് കേട്ടോ. തമ്മിച്ചാ വിശന്നിട്ട് വയ്യുന്ന മെട്രോയിൽ കയറുമ്പോൾ വിശന്നിട്ട് വയ്യെന്നാണ് പറയുന്നത്. നമ്മുടെ രണ്ടിടത്ത് അതിഥികളുണ്ട്, 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. നമ്മൾ ശല്യപ്പെടുന്നൊന്നുമില്ല. മെട്രോ ട്രെയിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടാകും. കാരണം ടി ടി ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളെങ്ങനെ ഇറങ്ങുന്ന സ്ഥലം നമ്മളെങ്ങനെ മനസ്സിലാക്കുമെന്ന് ഓർത്ത് വളരെ ഞാൻ പേടിച്ചു. കാരണം ഇറങ്ങുന്ന സ്ഥലം അറിഞ്ഞില്ലേ നമുക്ക് പെട്ടുപോലെ. പക്ഷേ ആ ടെൻഷൻ നമുക്ക് ആർക്കും വേണ്ട. പുതിയതായിട്ട് കയറി വരുന്ന ഒരാൾക്കും ആ ടെൻഷൻ വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ഒരു സ്ക്രീനിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ്, എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു, നമ്മളുടെ സ്റ്റേഷൻ എത്രാമത്തെ സ്റ്റേഷനാണ്, എല്ലാം നമ്മളെ കാണിച്ചു തരുന്ന ഒരു സ്ക്രീൻ പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രീതിയിലും തെറ്റും എന്ന് പേടിക്കേണ്ട. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ യാത്ര ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി. അയ്യോ, ഭയങ്കര ചൂടാട്ടോ. ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് കലൂരേക്കാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മൾ കലൂർ വന്നിറങ്ങി. നമ്മളെ യാത്രയാക്കിയതിന് ശേഷം മെട്രോ പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ നിന്നു. കാണാൻ വളരെ ഭംഗി. ഇനി എപ്പോഴാണ് നമുക്ക് വരാൻ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങുന്ന ഭാഗമാണ്. ഇതാണ് ശരിക്കും നമ്മുടെ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. ഇതാണ് ശരിക്കും ഒരു എയർപോർട്ടിൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നും. അത്രയും നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മളവരെ ശരിക്കും സല്യൂട്ട് ചെയ്യണം. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ സ്റ്റേഷൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെ അങ്ങനെ അലുക്കുലത്തല്ല കിടക്കുന്നത്. വളരെ നീറ്റാണ്. അങ്ങനെ ഇറങ്ങുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പം എക്സലേറ്റർ വർക്കിംഗ് അല്ല, ഞങ്ങൾ സ്റ്റെപ്പ് എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളിനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി അടിച്ച് പൊളിച്ച് നല്ല ഒരു കാര്യം കേട്ടോ. മെട്രോയിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കണ്ട. കാരണം അതിനകത്ത് നമ്മൾ പോകേണ്ട സ്റ്റേഷനെല്ലാം എഴുതി വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ അവലെ? ഒരു പ്രശ്നമില്ല, നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പം ഞങ്ങളിനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ചിറ്റേ? ഞങ്ങളെല്ലാവരും കൂടെ മറൈൻ ഡ്രൈവിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം അടിച്ച് പൊളിക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിലേക്ക് പോകുക കേട്ടോ. അടിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ബിൽഡിങ്ങിലൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഞങ്ങൾ വന്ന ബസ് ഇതാ കേട്ടോ. കേരള ട്രേഡ് സെൻറ്റർ. നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ക്രിസ്മസ് പാപ്പയും ഒരു ക്രിസ്മസ് ട്രീയുമാണ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി വരുന്നത് ഒരു ഷോപ്പിംഗ് മോളാണ്. അതായത് മറൈൻ ഡ്രൈവിലെ ഷോപ്പിംഗ് മോളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഓരോന്നിനും ഓരോ സെക്ഷൻ തിരിച്ചാണ് ഷോപ്പ് ചെയ്യാനുള്ള കടകൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അത് വളരെ നമുക്ക് ഈ ഒരു നല്ലൊരു ഫീൽ കിട്ടും. കാരണം ഭയങ്കര ചൂടാണ് എറണാകുളത്ത്. അപ്പോൾ അവിടെ നമുക്കൊരു തണുത്ത കാറ്റ് കിട്ടുമ്പോൾ വേറൊരു ഫീലായിട്ട് വളരെ നല്ലൊരു ഫീലാണ് നമുക്ക് വരുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, അവിടുത്തെ സ്മെല്ല് നമ്മളെ വളരെ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്. നമുക്ക് അവിടെ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോട്ടോ. അവിടുത്തെ ആ ഒരു സ്മെല്ല് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് ആണ് അല്ലേ? കപ്പൽ കിടപ്പുണ്ട്. നമ്മളങ്ങോട്ട് വന്നൊരു ബോട്ടിങ് നടത്താമെന്നൊരു പ്ലാന്. ബോട്ടിങ്ങിൽ കയറി നമുക്ക് പാർക്കിൽ അല്ലേ? അപ്പോൾ ഇതാണ് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളല്ലേ? അപ്പോൾ ഈ അതെന്നാ സാധനമാണെന്ന് അറിയോ? അതൊരു സാധനം അത് ഉണ്ടോ? ഏകദേശം 11 മണി സമയമൊക്കെ ആയി. ഇതപ്പോൾ ഉണ്ടോ? ഒരുപാട് സിനിമകൾക്ക് വേദിയായ ഒരു സ്ഥലമാണ് നമ്മുടെ മറൈൻ ഡ്രൈവ്. അതിൻ്റെ ആ ബ്രിഡ്ജ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരുപാട് പടങ്ങൾക്ക്, ഒരുപാട് സിനിമകൾക്ക് വേദിയൊരുക്കിയ ഒരു സ്ഥലമാണ്.
എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഞാനിതുവരെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി പടത്തിനകത്ത് ഇത് വന്നിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഏതാണ്, പുലിവാൽ കല്യാണത്തിനകത്തെ ആ ഒരു സീൻ ഇവിടെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഡിഫറൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ നിന്നപ്പോൾ നമ്മളൊരു മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താ പൊളിയാണോ? ഉണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മാങ്ങ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടൻ കഴിക്കാൻ വേണ്ടി. കിട്ടുക സാധനമാണ് കേട്ടോ. സത്യം നമ്മൾ ഒത്തിരി കറങ്ങി. കാരണം നമ്മൾ ഓരോ സൈഡിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെയാണ് ബോട്ടിങ്, ഇവിടെയാണ് ബോട്ടിങ് എന്ന് പറഞ്ഞ് നമ്മളെ കുറച്ച് അങ്ങോട്ടും കൊണ്ട് നടത്തി. ശരിക്കും ടയേർഡായി, കുട്ടികൾ സൈഡിൽ ടയേർഡായി. കുഴപ്പമില്ല, നമ്മൾ ബോട്ടിങ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബോട്ടിങ് ചെയ്യാം എന്ന് കരുതി നമ്മൾ പോവാണ്. അപ്പം വളരെയേറെ എൻജോയ് ചെയ്യാണ് ഞങ്ങളെല്ലാവരും. കാരണം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചില്ല കേട്ടോ, സ്വപ്നത്തിൽ പോലും മറൈൻ ഡ്രൈവൊക്കെ വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ വരാൻ പറ്റി. അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ബോട്ടിങ് നടത്തുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഇത് അവിടെയാണ് ബോട്ടിങ് ചെയ്യുന്നത്. അവിടെ തന്നെ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, KSRTC സ്റ്റാൻഡിലാണ് ശരിക്കും ബോട്ടിങ്ങിൻ്റെ ഇത് ചെയ്യുന്നത്. KSRTC സ്റ്റാൻഡിലാണ്. അത് ഞങ്ങൾക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലും മതിയായിരുന്നു. കുഴപ്പമില്ല. ശരിക്കും എല്ലാവരും നല്ലപോലെ മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ നമ്മളൊരു ബോട്ടിങ് നടത്തുന്നുണ്ട്. ബോട്ടിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മൾ കുറേ കറങ്ങി കേട്ടോ. കറക്റ്റ് സ്ഥലമൊന്നും ആരും പറഞ്ഞൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ കറങ്ങി. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ടിക്കറ്റ് എടുക്കണം, ബോട്ടിൽ കയറണം. ഇവിടെ ഭയങ്കര തിരക്കാണ്. ക്രിസ്മസും കൂടി ആയതുകൊണ്ട് വളരെ നല്ല തിരക്കാണ്. അതുകൊണ്ട് അപ്പമൊക്കെ ഫ്രണ്ടിൽ ചാടി പോകണ്ട്. അപ്പം നമുക്ക് ബോട്ടിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബോട്ടിൽ കയറാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കുറേയേറെ ആൾക്കാരുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് നമുക്ക് കയറാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ അന്വേഷിച്ച് പോവാണ്. ചോറ് നല്ല വേരിടും ചോറ് 1, 2, 3, 4 കൂട്ടം കറി ഇപ്പം പ്ലേറ്റിൽ തന്നെ ഉണ്ട്. എത്ര കൂട്ടം കറി വരും എന്നറിയില്ല. അല്ലേ ഇത് നല്ല ചൂടുണ്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ ബിരിയാണി വെയിറ്റിംഗ് ചെയ്തിരിക്കും അല്ലേ? പിടിക്കൽ ചിക്കൻ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിടിക്കൽ ചിക്കനെ കഴിക്കുന്ന മീനിവിടെ ഉണ്ട് അല്ലേ? നമ്മുടെ ബോട്ടിങ്ങും പ്ലാനിങ്ങും എല്ലാം പോയി എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ട് ജെട്ടിയുടെ അടുത്തേക്ക് നമുക്ക് പോവാനേ പറ്റാത്ത രീതിയിൽ ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്ക് സമയം പോകും. അതുകൊണ്ട് തന്നെ ബോട്ട് പോയിട്ട് തിരിച്ച് വരാൻ നമുക്ക് ഒത്തിരി സമയം പോകും. ഒരുപാട് രാത്രിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ബോട്ട് ട്രിപ്പ് നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. പിള്ളേർക്ക് എല്ലാവർക്കും ബീച്ച് കാണണം, അടിച്ചു പൊളിക്കണമെന്ന് പറയുന്നുണ്ട്. ചിറ്റപ്പൻ ഓടി നടക്കുക കണ്ടോ. ബസ്സിൻ്റെ അടുത്തേക്കൊക്കെ പോകാനും സംഭവങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ ചിറ്റപ്പൻ ഓടി നടക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പാർക്കിനൊക്കെ കയറി. പാർക്കിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെത്തില്ല അല്ലേ? ചെറായി ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ചെറായി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടോ. എറണാകുളത്ത് നമ്മൾ ഇടം വിടുവാണ്. ഇവിടേക്ക് ശരിക്കും ഗൾഫ് പോലെ തന്നെയായി എന്ന്. നമ്മുടെ ബസ്സിനൊന്നും വ്യത്യാസമില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം വന്നിട്ട് വളരെ ഒരു അല്ലേ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു സിറ്റിയിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പം എറണാകുളത്ത് ഈ ബിൽഡിങ് കാണുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഗൾഫിൽ പോയൊരു ഫീലാണ് കേട്ടോ. എന്തോരം ബിൽഡിങ്ങാന്ന് നോക്കി. അതും നിലം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ബിൽഡിങ്ങുകളൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. അവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ചെറായി ബീച്ചിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വെള്ളം ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലെ വെള്ളം സ്റ്റോക്ക് തീർന്നായിരുന്നു. പുള്ളിക്കാർ കുറേ നേരമായിട്ട് വെള്ളം ചോദിക്കുന്നുണ്ട്, നമ്മുടെ അപ്പു. പക്ഷേ നമ്മൾ വെള്ളം ഒന്നും മേടിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പുള്ളിക്കാരനും അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. പക്ഷേ അവൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാട്ടോ.
എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ചെറായി ബീച്ചിലെ വിഷ്വൽസ് കാണാം. കാണാൻ പോവാണ് അല്ലേ? എന്തോ ഫ്രണ്ട്സ്, ഞങ്ങൾ ചെറായി ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചെറായി ബീച്ചിലെത്തി. ഏകദേശം ഒരു 4 മണിയോളം സമയമായി. ഞങ്ങൾ നമ്മുടെ പരിപാടി ക്രിസ്മസ് ആഘോഷം കേട്ടോ. ബീച്ചിൽ വന്നു. പിള്ളേർ കുറേ നേരം വെള്ളത്തിൽ ചാടി മറിഞ്ഞു. അപ്പം അവർ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ ഉദയാസ്തമയം വരെ നിൽക്കുന്നില്ല, അതിനു മുമ്പ് നമ്മൾ പോകും. നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ തിരിച്ചും ബസ്സിൽ പോകണം. അതുകൊണ്ട് ഒരുപാട് ദൂരം പോയി എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം അടിച്ചു പൊളിച്ച് രസിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ദിനത്തിലെ ക്രിസ്മസ് നാൾ അവധിയിലെ ഞങ്ങളുടെ ട്രിപ്പ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.